സെക്രട്ടേറിയറ്റ് നടയിൽ ആശാസമരം തുടരുകയാണ്. എന്തു വന്നാലും ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാതെ പിന്നോട്ടില്ല എന്നവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. പിന്തുണ കൂടുന്നുമുണ്ട്. പുറത്തുനിന്ന് നിരവധി പേർ പിന്തുണയുമായി എത്തുന്നുമുണ്ട്. ഈ വരുന്ന ശനിയാഴ്ചയാണ് വനിതാ ദിനം. വനിതാ ദിനത്തിൽ വനിതകളെ അണിനിരത്തി പ്രതിഷേധിക്കാൻ ഒരുങ്ങുകയാണ് കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. അന്താരാഷ്ട്ര വനിതാ ദിനം ആശമാർക്കൊപ്പം എന്ന പേരിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വനിതാ സംഗമം നടത്തും. ഇതുവരെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച എല്ലാ സ്ത്രീകളെയും ഒന്നിച്ചു ചേർത്താണ് വനിതാ ദിനത്തിലെ പ്രതിഷേധം. അതേസമയം രാപ്പകൽ സമരം ഇന്ന് 25ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. എസ് ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, പല രീതിയിലും അവഹേളിച്ചു അല്ലെങ്കിൽ പല രീതിയിലും അവരെ ദ്രോഹിക്കാൻ മഴ വന്നപ്പോൾ പോലും ആ ടാർപോളിൻ പോലും അഴിച്ചു മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും അതിൽ നിന്നൊന്നും പിന്നോട്ടില്ല, മുന്നോട്ട് തന്നെയാണ് എന്ന അതേ പോരാട്ടം തുടരുകയാണ് ആശാ വർക്കേഴ്സ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം പെമ്പിള ഒരുമൈ നേതാവ് ഗോമതി അടക്കം അവിടേക്ക് എത്തി അവരോടൊപ്പം തന്നെയാണ് എന്ന് അറിയിക്കുന്നുണ്ടായിരുന്നു. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രിയെ എവിടെ കണ്ടാലും ഒറ്റയ്ക്ക് വഴി തടയാൻ പോലും താൻ തയ്യാറാണ് എന്നടക്കം പറഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ. ഇന്ന് അവിടെ എന്താണ് സംഭവിക്കുന്നത്? ദേവിക സൂചിപ്പിച്ചതുപോലെ ആശാവർക്കർമാരുടെ സമരമാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് പടിക്കൽ 25ാം ദിവസത്തിലേക്ക് കടക്കുന്നത്. കാരണം എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അവർ 25ാം ദിവസത്തിലേക്ക് ഈ സമരത്തിലേക്ക് എത്തുന്നത്. പക്ഷേ പിന്നോട്ടില്ല എന്നൊരു നിലപാട് ആശാ വർക്കേഴ്സ് അസോസിയേഷൻ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ മാർച്ച് 8ാം തീയതി സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ വനിതകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടൊരു സംഗമം സംഘടിപ്പിക്കാനായിട്ട് ഈ സംഘടന തീരുമാനിച്ചിട്ടുള്ളത്. 1000-ലധികം വരുന്ന സംഘാടകരും ഒപ്പം തന്നെ അതിന്റെ സമരക്കാരും ആ പന്തലിലുണ്ടാകും. ഒപ്പം തന്നെയാണ് ഈ കഴിഞ്ഞ 25 ദിവസം അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രാപ്പകൽ സമരവേദിയിലേക്ക് എത്തിയ വനിതകളെ കൂടി ഈ വനിതാ ദിനത്തിൽ അവർക്കൊപ്പം ഇരുത്തി അല്ലെങ്കിൽ ആ ഒരു സംഗമം മഹാസംഗമമായി നടത്താൻ തന്നെ തീരുമാനിച്ചിട്ടുള്ളത്. ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ സമരം പല ഘട്ടങ്ങളിലും തകർക്കാൻ, അവരെ വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ അടക്കം CPM നേതാക്കൾ സ്വീകരിച്ച നിലപാടുകൾ, നടപടികളൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നീട് അത് വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇടവെച്ചതുമാണ്. സെക്രട്ടേറിയറ്റ് പടിക്കൽ CITUവിന് സമരം നടത്താം, അവിടെ പന്തൽ കെട്ടാം, ഒപ്പം തന്നെ റോഡ് തടഞ്ഞുകൊണ്ട് കസേരയിട്ട് സമരം നടത്താം. പക്ഷേ ഒരു ആവശ്യത്തിന് വേണ്ടി സാധാരണക്കാർക്ക് അവിടെ സമരം ചെയ്യാൻ കഴിയില്ല എന്നൊരു നിലപാട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വന്നതിനെ വലിയ രീതിയിലുള്ള വിമർശനമായിട്ട് തന്നെയാണ് ഈ ആശാവർക്കർമാർ വിമർശിക്കുകയും ചെയ്തത്. ഈ ഘട്ടത്തിൽ തന്നെയാണ് സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകാതെ ഇന്നും സമരം തുടരാൻ തന്നെയാണ് അവരുടെ തീരുമാനം. ഇന്നലെ രാത്രി വൈകിയൊക്കെ അവിടെ സമരക്കാർ ഉണ്ടായിരുന്നു. ഇന്നലെ പെമ്പിള ഒരുമൈ നേതാവ് ഗോമതി അടക്കമുള്ളവർ സമരവേദിയിലേക്ക് എത്തിയത് അവർക്കൊരു ഊർജ്ജം പകരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കൂടുതൽ വനിതാ നേതാക്കന്മാർ ഇന്നും ആ സമരവേദിയിലേക്ക് എത്തുമെന്നുള്ളതാണ് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്നാലും ശക്തമായ സമരം തുടരുകയാണ്. അവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ, ഓണറേറിയം വർദ്ധിപ്പിക്കുന്നത് അടക്കമുള്ള ആവശ്യങ്ങൾ, ഒപ്പം തന്നെ അവരുടെ കാലാവധി പൂർത്തിയാക്കി അവർ ജോലിയിൽ നിന്നും വിരമിക്കുമ്പോൾ വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ നൽകണം, ഒപ്പം തന്നെ ജോലി സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആ സമരം ശക്തമായി തുടരുമെന്നുള്ളത് തന്നെയാണ് ആശാ വർക്കർമാരുടെ സംഘടന വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. അതിന് എത്ര ദിവസം സെക്രട്ടേറിയറ്റ് മുന്നിൽ ഇരിക്കേണ്ട വന്നാലും അവർ ഇരിക്കുമെന്നുള്ള നിലപാട് സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു 25ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും യാതൊരു രീതിയിലുള്ള ഒരു ചർച്ചയ്ക്കോ അല്ലെങ്കിൽ ഒരു അനുരഞ്ജന നീക്കത്തിനോ സർക്കാർ തലത്തിൽ നിന്ന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മന്ത്രിയുടെ ഭാഗത്തു നിന്ന്, ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഇതിന്റെ നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ ഒന്നും തന്നെ ഒരു രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാകുന്നുമില്ല. ധനവകുപ്പ് അടക്കം ഇവരെ ആക്ഷേപിക്കുകയും ധനമന്ത്രി അടക്കമുള്ളവർ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ സമരം ശക്തമാക്കാൻ തന്നെയാണ് ആശാവർക്കർമാരുടെ തീരുമാനം. അതിന്റെ അടുത്ത നടപടി എന്നോണം അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്നോണമാണ് ഈ 8ാം തീയതി ശനിയാഴ്ച വനിതാ ദിനത്തിൽ ഇത്തരത്തിലൊരു വലിയ മഹാസംഗമമായി ഈ ഒരു സമരവേദിയിൽ അവർ ഈ സ്ത്രീകളെ അണിനിരത്തിക്കൊണ്ട് ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പരിപാടിയുടെ പേര് തന്നെ നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. കാരണം ഈ സമരത്തെ പിന്തുണച്ചെത്തിയ മുഴുവൻ വനിതകളെ എത്തിക്കുന്നതോടൊപ്പം തന്നെ ഈ മഹിളാ സംഗമം അന്താരാഷ്ട്ര വനിതാ ദിനം ആശമാർക്കൊപ്പം എന്ന തലക്കെട്ടുകൂടി ക്യാപ്ഷനോട് കൂടിയാണ് ഈ സംഗമം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ദേശീയ അധ്യാപക പരിഷത്തിന്റെ ഭാഗത്തു നിന്ന് 1000 ആശാ വർക്കർമാരെ ആദരിക്കുന്നതിന്റെ ഭാഗമായി സമര പന്തലിലെത്തി ആശമാരെ ആദരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഭാഗത്തു നിന്ന് അവഗണന ലഭിക്കുമ്പോൾ മറുഭാഗത്തു നിന്ന് പിന്തുണ ആശാ വർക്കർമാർക്ക് കൂടുതൽ ലഭ്യമാവുകയാണ് ഈ ദിവസങ്ങളിലും. ദേവിക.